നമസ്കാരം. TCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തി. ജില്ലയിൽ കടയടപ്പ് സമരം പൂർണ്ണം. ഹോസ്ദുർഗ് താലൂക്ക് പരിധിയിൽ ബസ് ഉടമകളുടെ സൂചനാ പണിമുടക്ക് ജനങ്ങൾക്ക് ദുരിതമായി. ഇടയിലക്കാട് ഗ്രാമത്തിലെ മികച്ച ശുചിത്വ വീടുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പുരസ്കാര വിതരണം നടത്തി. KSKTUവിന്റെ നേതൃത്വത്തിൽ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നെൽവയൽ സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി. കോൺഗ്രസ് നേതാവ് N രാമകൃഷ്ണന്റെ നിര്യാണത്തിൽ തൃക്കരിപ്പൂരിൽ മൗനജാഥയും അനുസ്മരണ യോഗവും. വാർത്തകളിലേക്ക് വിശദമായി. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകതകൾക്കെതിരെ വ്യാപാരികൾ നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ നടന്ന സമരത്തിൽ മുഴുവൻ വ്യാപാരികളും ഹോട്ടൽ ഉടമകളും പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ വ്യാപാരികളും ഹോട്ടലുടമകളും സംയുക്തമായി കടയടച്ച് സമരം ചെയ്തത്. സമരത്തെ തുടർന്ന് മുഴുവൻ കടകളും ഹോട്ടലുകളും 12 മണിക്കൂർ അടഞ്ഞുകിടന്നു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ റെയ്ഡ് നടത്തി കടകളും ഹോട്ടലുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും സ്ഥാപനങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ വഴി തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്യുന്നു എന്നെല്ലാം ആരോപിച്ചാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കടയടപ്പ് സമരം പൂർണ്ണമായിരുന്നു. ഹോട്ടലുകളും എല്ലാ വിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. കരിങ്കൊടി മുന്നിൽ ഉയർത്തിയാണ് മെഡിക്കൽ സ്റ്റോറുകളും തുറന്നു പ്രവർത്തിച്ചത്. കടയടച്ച് സമരം ചെയ്ത വ്യാപാരികൾ കളക്ടറേറ്റിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നിരവധി വ്യാപാരികൾ ധർണയിൽ പങ്കെടുത്തു. കടയടപ്പ് സമരത്തെ തുടർന്ന് ടൗണുകളിൽ ജനത്തിരക്ക് വളരെ കുറവായിരുന്നു. സ്വകാര്യ ബസ് ഉടമകൾ ഹോസ്ദുർഗ് താലൂക്കിൽ നടത്തിയ സൂചനാ പണിമുടക്ക് ജനങ്ങൾക്ക് ദുരിതമായി. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം ടോൾ നിരക്ക് കുറക്കുക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ പണിമുടക്കിയത്. പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം ടോൾ നിരക്ക് കുറക്കുക, മായം ചേർക്കാത്ത ഡീസൽ ലഭ്യമാക്കുക, സമാന്തര ഓട്ടോ സർവീസ് നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ ഹോസ്ദുർഗ് താലൂക്കിൽ സൂചനാ പണിമുടക്ക് നടത്തിയത്. പണിമുടക്ക് പൂർണ്ണമായതിനാൽ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. വിദ്യാർത്ഥികളും ജീവനക്കാരും പകരം സംവിധാനം ലഭിക്കാത്തത് കാരണം ഏറെ ക്ലേശിച്ചു. സമീപ ജില്ലകളിൽ നിന്ന് ബസ്സുകളൊന്നും കടന്നു വന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമായില്ല. ഉൾനാടൻ പ്രദേശങ്ങളിലുള്ളവർ ട്രക്കർ, ഓട്ടോ, ജീപ്പ് തുടങ്ങിയ സമാന്തര സർവീസുകളെയാണ് ആശ്രയിച്ചത്. വ്യാപാരികളുടെ ഹർത്താലായതിനാൽ കൂടുതൽ ജനങ്ങൾ ടൗണുകളിൽ എത്തിയിരുന്നില്ല. വിദ്യാർത്ഥികളാണ് ബസ് പണിമുടക്ക് കാരണം ഏറെ ബുദ്ധിമുട്ടിയത്. 3 ദിവസം മുമ്പ് ജില്ലയിൽ ബസ് തൊഴിലാളികളും പണിമുടക്കിയിരുന്നു. അടിക്കടി ഉണ്ടാകുന്ന ബസ് പണിമുടക്കിനെതിരെ ജനകീയ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട്. ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും ആലോചനയുണ്ട്. ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയം സുവർണ ജൂബിലിയുടെ ഭാഗമായി ഗ്രാമത്തിലെ മികച്ച ശുചിത്വ വീടുകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇടയിലക്കാട് ഗ്രാമത്തിലെ മികച്ച ശുചിത്വ വീടിനുള്ള പുരസ്കാരം V. രുക്മിണി അഡ്വക്കേറ്റ് PP ശ്യാമളാദേവിയിൽ നിന്ന് ഏറ്റുവാങ്ങി. KV പ്രഭാകരൻ, PV കുഞ്ഞിപ്പാറു എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. 50 വർഷം പൂർത്തിയാകുന്ന ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ശുചിത്വ വീട് കണ്ടെത്തുന്നതിനായി മത്സരം നടത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തിലായിരുന്നു പുരസ്കാര വിതരണം. ഇടയിലക്കാട് കുടുംബക്ഷേമ ഉപകേന്ദ്രം, ജനകീയ സമിതി എന്നിവ ജൂൺ മാസം തുടങ്ങിയ മൂല്യനിർണ്ണയം സെപ്റ്റംബർ മധ്യത്തിലാണ് പൂർത്തിയായത്. ഇതിലൂടെ പരിസര ശുചിത്വമാർന്ന വീടും പകർച്ചവ്യാധി അകന്ന മഴക്കാലവും ഗ്രാമത്തിന് സ്വന്തമായി. ഗ്രന്ഥാലയത്തിൻ്റെ ഈ പദ്ധതി ശുചിത്വ മിഷന്റെ മുമ്പാകെ അവതരിപ്പിക്കുമെന്നും അതിലൂടെ ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്നും പുരസ്കാര വിതരണ ചടങ്ങിൽ അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പറഞ്ഞു. പരിപാടിയിൽ PV പ്രഭാകരൻ അധ്യക്ഷനായി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയൻ മൂത്തല ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. V. ശ്രീധരൻ, C. വേണുഗോപാലൻ, P. ശ്യാമള, M. ബാലകൃഷ്ണൻ, M. ചന്ദ്രൻ, PV സതീശൻ, KV വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി ക്വിസ്, ഇടയിലക്കാട് കാവ് ശുചീകരണം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. മുട്ടിലെഴയാൻ പോലും കഴിയാത്ത 5 വയസ്സുകാരൻ നൊമ്പരമാകുന്നു. തൃക്കരിപ്പൂർ കക്കുന്നത്തെ നാരായണൻ ഗീതാ ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് നൊമ്പര കാഴ്ചയാകുന്നത്. കക്കുന്നത്തെ നാരായണൻ്റെയും ഗീതയുടെയും ഏകമകൻ സിദ്ധാർത്ഥ് ജനിച്ച നാൾ മുതൽ രോഗക്കിടക്കയിലാണ്. പ്രസവം മുതൽ കൂടപ്പിറപ്പായി രോഗവും. പ്രസവിച്ച് 1 മാസം കഴിഞ്ഞാണ് കുഞ്ഞ് കണ്ണു തുറന്നത്. ഹൃദയ സംബന്ധമായ അസുഖം ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്.
പിന്നീട് കൈകാലുകൾ ശോഷിച്ച് വളഞ്ഞ രൂപത്തിലായി. ക്രോമസോമുകളുടെ വ്യതിയാനം കാരണമുള്ള അസുഖം ഭേദമാക്കാൻ 3-ാം വയസ്സിൽ ബാംഗ്ലൂർ നാരായണ ഹൃദയാലയത്തിൽ ശസ്ത്രക്രിയ നടത്തി. എന്നാൽ ചികിത്സ തുടർന്നിട്ടും ശ്വാസതടസ്സവും നിരന്തരമായ കഫക്കെട്ടും വിട്ടുമാറുന്നില്ല. മംഗലാപുരം KMC ആശുപത്രിയിൽ ഇതിനായി മാസത്തിൽ 2-3 തവണ ചികിത്സയ്ക്കായി പോകേണ്ടി വരുന്നു. കൈകാലുകളിലെ ശേഷിക്കുറവിന് പയ്യന്നൂരിലെ സഹകരണ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ ചികിത്സയും ഫിസിയോതെറാപ്പിയും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. 1-ാം തരത്തിൽ ചേർത്ത് പഠിപ്പിക്കാൻ പ്രായമായെങ്കിലും 1 വയസ്സുകാരൻ്റെ വളർച്ച പോലും കുഞ്ഞിനില്ല. പരസഹായമില്ലാതെ ഇരിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ഇപ്പോഴും കഴിയുന്നില്ല. ഇവരുടെ നിർധന കുടുംബം കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ഇതിനകം 8 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചു. സിദ്ധാർത്ഥിന് പിച്ചവെക്കണമെങ്കിൽ ഇനിയും നിരന്തര ചികിത്സ നൽകണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷം രൂപയുടെ സഹായം കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ലഭിച്ചു. ഈ കുരുന്നിന് തന്റെ സമപ്രായക്കാരോടൊപ്പം കളിച്ചു നടക്കാൻ സ്നേഹമതികളുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ കഴിയൂ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് കമ്മിറ്റി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് KSKTU ഏരിയ സെക്രട്ടറി E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ നീർത്തടം സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU പ്രവർത്തകർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇളമ്പച്ചി വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം KSKTU തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ജീവജാലങ്ങളാകെ തന്നെ ഈ നീർത്തടങ്ങളിലും വയലുകളിലും ഒക്കെ തന്നെയുള്ള ജീവജാലങ്ങളെ ആകെ തന്നെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മഹത്തായ മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ടാണ് കർഷക തൊഴിലാളി യൂണിയൻ ഈ രീതിയിലേക്കുള്ള ഒരു സമരത്തെ MK കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. A. ജാനകി, PV കുഞ്ഞികൃഷ്ണൻ, AK രാജശേഖരൻ, MP കരുണാകരൻ, AV ഭാസ്കരൻ, O. ജാനകി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻമന്ത്രിയും അവിഭക്ത കണ്ണൂർ DCC പ്രസിഡന്റുമായിരുന്ന N. രാമകൃഷ്ണന്റെ നിര്യാണത്തിൽ തൃക്കരിപ്പൂരിൽ അനുശോചന യോഗവും മൗനജാഥയും നടന്നു. നിരവധി പേർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗത്തിൽ DCC പ്രസിഡന്റ് K. വെളുത്തമ്പു അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. കോരൻ മാസ്റ്റർ, CPM ഏരിയ കമ്മിറ്റി അംഗം KV അമ്പു, PP കുഞ്ഞിരാമൻ മാസ്റ്റർ, P. കുഞ്ഞിക്കണ്ണൻ, സത്താർ വടക്കുംപാട്, P. ലക്ഷ്മണൻ, മനോഹരൻ കൂവാരത്ത്, M. ഗംഗാധരൻ, E. നാരായണൻ, EV ദാമോദരൻ, C. രവി തുടങ്ങിയവർ സംസാരിച്ചു. മൗനജാഥയിലും അനുസ്മരണ യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടത്തി. ജില്ലയിൽ കടയടപ്പ് സമരം പൂർണ്ണം. ഹോസ്ദുർഗ താലൂക്ക് പരിധിയിൽ ബസ് ഉടമകളുടെ സൂചനാ പണിമുടക്ക് ജനങ്ങൾക്ക് ദുരിതമായി. ഇടയിലക്കാട് ഗ്രാമത്തിലെ മികച്ച ശുചിത്വ വീടുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പുരസ്കാര വിതരണം നടത്തി. KSKTUവിന്റെ നേതൃത്വത്തിൽ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നെൽവയൽ സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി. കോൺഗ്രസ് നേതാവ് N. രാമകൃഷ്ണന്റെ നിര്യാണത്തിൽ തൃക്കരിപ്പൂരിൽ മൗനജാഥയും അനുസ്മരണ യോഗവും. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.